തിരുഹൃദയത്തിൻ മുൻപിൽ മെഴുതിരി നാളം പോലെ ഉരുകിടുമാത്മാവിൽ നീ നിരുപമ സ്നേഹം നൽകൂ. തിരുമുറിവിൽ ഞാനേകാം ആമേൻ. കരളിലെ സ്വപ്നങ്ങൾ തൻ ഒലിവില പൂഞ്ചില്ലകൾ സ്വീകരിക്കൂ നീ സദയം. തിരുഹൃദയത്തിൻ മുൻപിൽ ആമേൻ. മെഴുതിരി നാളം Sacred Heart. പോലെ ഉരുകിടുമാത്മാവിൽ നീ നിരുപമ സ്നേഹം നൽകൂ. തിരുമുറിവിൽ ഞാനേകാം കരളിലെ സ്വപ്നങ്ങൾ തൻ ഒലിവില പൂഞ്ചില്ലകൾ സ്വീകരിക്കൂ നീ സദയം. ഹൃദയമേ തിരുഹൃദയമേ ആമേൻ. ഈശോയുടെ തിരുഹൃദയത്തിൽ ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹൃദയത്തിൽ നിന്ന്, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ മനസ്സലിവിന്റെ സുവിശേഷം ഒഴുകട്ടെ. യേശുവിൻ മാധുര്യ മേരിടും ഹൃദയമേ, യേശുവിൻ മാധുര്യ മേരിടും ഹൃദയമേ, ഹൃദയമേ തിരുഹൃദയമേ, ഹൃദയമേ തിരുഹൃദയമേ. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇരടിയിൽ നമ്മൾ കേട്ടതുപോലൊരു അഭിഷേകമാണത്. മാധുര്യമുള്ളൊരു ഹൃദയം, അപ്പന്റെ സ്നേഹത്തിലേക്ക് വന്ന ഒരു സന്തോഷത്തിന്റെ കഥ ഈശോ പറയുന്നുണ്ട്. അത് നമുക്കറിയാം. ലൂക്കയുടെ സുവിശേഷം 15 ധൂർത്തുപുത്രൻ ഇങ്ങനെ വഴിതെറ്റി നടന്നവൻ. ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ വഴിതെറ്റിയവരൊക്കെ തന്നെയാണ് നമ്മൾ അഭിനയിക്കുകയാണ്. വഴിതെറ്റിയിട്ടില്ല എന്നൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനെ വഴിതെറ്റി ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയാണ്ട് നിൽക്കുന്നവരാ. ഇന്ന് ഈ കരുണാർദ്രം തിരുഹൃദയം എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലേക്ക് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഈശോ നമ്മളോട് പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ, നിന്റെ വഴിതെറ്റലുകളിൽ നിന്ന് ഈശോയുടെ മാധുര്യത്തിലേക്ക് വാ. അതാണ് ഇപ്പൊ തന്നെ മോനിങ്ങനെ പാടിയത്. ഈശോയുടെ ഹൃദയമേ, മാധുര്യമാണ് അത്. നിന്റെ വഴിതെറ്റലുകളിൽ നിന്ന് അവനൊരു വഴികാട്ടിയായിട്ട് നിൽക്കും. അതാണ് വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരണത്തോടുകൂടെ തീരുന്നതല്ല ഈശോയുടെ സുവിശേഷം. ഈശോയുടെ സുവിശേഷം മരണത്തിനപ്പുറത്ത് നിത്യതയോളമുള്ള സുവിശേഷമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം ഈ ഒരു ആത്മീയ നിറവിൻ്റെ നല്ല സമയത്ത് സ്വാഗതം ചെയ്യാം. ഇത് അവിചാരിതമായിട്ടാണ് ഞാനിവിടെ വരുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെ ഈശോയോട് ചോദിച്ചിട്ട് ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈശോ വചനം തരണം എന്ന് പറയുമ്പോൾ ഈശോ ഇന്ന് ഈ 2ാമത്തെ ദിവസം, ഈ ടെലി റിട്രീറ്റിൻ്റെ 2ാമത്തെ ദിവസം ഈ ധ്യാനത്തിന് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന മക്കൾക്ക് എൻ്റെ അടുത്ത് ഈശോയുടെ അച്ഛൻ ചോദിച്ചു, വെച്ചാൽ ഈശോയെ എനിക്കൊരു വചനം എന്താ. അപ്പോൾ ഈശോ പറഞ്ഞു, മോനെ ഈ സുവിശേഷം എടുക്ക്, ലൂക്കയുടെ സുവിശേഷം 15 എടുക്ക്. അപ്പോൾ അതിലൊരു കുഞ്ഞു വരി എഴുതിയിട്ടുണ്ട്. ആ വരി ഇങ്ങനെയാണ്: അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. സ്നേഹമുള്ളവരെ, ഇന്ന് സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളൊന്ന് സത്യമായിട്ടൊന്ന് പ്രാർത്ഥിച്ച്. നമ്മൾ എത്ര നാളായി ഒരു ചുംബനം മേടിച്ചിട്ട് എത്ര നാളായി എന്ന് ആലോചിച്ച്. അതിനൊരു വൈദികനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് അറിയോ? വൈദികൻ ആരെയെ ചുംബിക്കുക? ചിലർക്ക് എന്നോട് ചോദിക്കാറുണ്ട്, അച്ഛനെ കല്യാണം കഴിക്കാത്തതിന് വിഷമമുണ്ടോ, അച്ഛനെ ആരെങ്കിലുമൊക്കെ ചുംബിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിങ്ങനെ കുട്ടികൾ തമാശയായിട്ട് യൂത്തൊക്കെ ചോദിക്കുമ്പോഴും
എനിക്ക് വളരെ സ്നേഹത്തോടെ പറയാൻ പറ്റും, ഞാൻ ചുംബിക്കുന്നത് ഈശോയുടെ തിരുഹൃദയത്തെയാണ്. ബലിപീഠത്തെ ചുംബിക്കുന്ന ഒരു പുരോഹിതന് സ്നേഹമുള്ളവരെ മറ്റൊരു സ്നേഹവും തേടിപ്പോണ്ട. അവൻ വഴിതെറ്റില്ല. അവൻ്റെ ജീവിതത്തിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാവില്ല. അവൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാവില്ല. തകർന്നാൽ പോലും കർത്താവ് അവന് എടുക്കും. അപ്പം ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് പറയാറുണ്ട്, എൻ്റെ മക്കളെ ഞാൻ ചുംബിക്കാറുണ്ട്. എന്നോട് ചോദിക്കാറുണ്ട്, അച്ഛൻ ചുംബിക്കാറുണ്ടോ? ചുംബിക്കാറുണ്ട്. ആരെയാ? ഈശോയുടെ തിരുഹൃദയത്തെ. ഈശോയോട് ചെയ്യണത് എന്താ? ഈശോ നമ്മളെ എല്ലാവരും ഇങ്ങനെ വാരിപ്പുണരുന്ന സ്നേഹമാണ്. അതിനി ഈ ഒരു സെഷനിൽ ഈശോ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിന്നെ കർത്താവ് ചുംബിക്കും. നമ്മളിങ്ങനെ പറഞ്ഞു ബലിപീഠത്തെയൊക്കെ ചുംബിക്കും, ഈശോ നമ്മളെ ചുംബിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, ഈശോ ഒരാളെ ചുംബിക്കുന്നത് എപ്പോഴാണ്? അതിന് ഒരു മനുഷ്യന് ചില കാര്യങ്ങൾ ഉണ്ടാവണം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ചില കാര്യങ്ങൾ സംഭവിച്ചാലേ ചുംബിക്കുള്ളൂ. അല്ലെങ്കിൽ വേണമെങ്കിൽ ഈ അപ്പയ്ക്ക് വേണമെങ്കിൽ നേരെ അവിടെ പോയിട്ട് അവനെ പോയിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാറുന്നില്ലേ? അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. ചെയ്യുന്ന കാര്യം എന്താ? അവൻ തിരിച്ചു വന്നപ്പോൾ കർത്താവ് അവനെ ചുംബിച്ചു. അങ്ങനെയാണ് തിരുവചനം. എന്ന് പറഞ്ഞാൽ അപ്പൻ അവനെ കെട്ടിപ്പിടിച്ചു. കണ്ടോ? വീണ്ടും മനസ്സലിഞ്ഞ് അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് വന്നു. എന്ന് പറഞ്ഞാൽ ഈശോയുടെ അടുത്തേക്ക് നീ വന്നാൽ സംഭവിക്കുന്ന ഒരു കൃപയാണ് ഈശോ ഇങ്ങനെ നിന്നെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന ഒരനുഭവം. അതിന് നീ ചെയ്യേണ്ട കാര്യം എന്താ? അത് ഈശോ ഇങ്ങനെ അവൻ തിരിച്ചു വന്നു എന്ന് പറയണില്ലേ, തിരിച്ചു വന്നതുപോലെ നീ ചെയ്യേണ്ട കാര്യം എന്താ? നിന്റെ ജീവിതത്തിൽ ഇന്ന് ഇപ്പോൾ ഈ ധ്യാനത്തിൻ്റെ സമയത്ത് ഉള്ളിലൊന്ന് ഓർത്തി, നിന്റെ ഹൃദയം കഠിനമായിട്ടുണ്ടെങ്കിൽ നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. ഈവൻ അപ്പൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോയത് എപ്പോഴാ? അവൻ്റെ ഹൃദയം കഠിനമാക്കിയതാണ്. അപ്പൻ പറഞ്ഞു, മോനെ നീ ഒരിക്കലും പോവല്ലേ. അപ്പം അവൻ പറഞ്ഞു, അങ്ങനെയല്ല, എനിക്ക് തരാനുള്ള സ്വത്തൊക്കെ തന്നേ എന്ന് പറഞ്ഞ് അവൻ ഹൃദയം കഠിനമാക്കി അവൻ ജീവിച്ചു. കഠിനമാക്കി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പിതാവ് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു. അപ്പൻ എന്ത് ചെയ്തു? മോന് കൊടുക്കാനുള്ള ആ മുഴുവൻ കാര്യങ്ങളും മോന് കൊടുത്തു. ഒരു കുറവുണ്ടായില്ല. അത് അളന്ന് നിറച്ച് കൊടുത്തു. പക്ഷെ സ്നേഹമുള്ളവരെ, അത് അവന് ഉപകാരമായില്ല. നിന്റെ ജീവിതത്തിൽ അങ്ങനെയാണ്. നിന്റെ ഹൃദയം കഠിനമാണോ, നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. നിന്റെ ജീവിതത്തിൽ ദുരന്തങ്ങൾ മാത്രമേ സംഭവിക്കുള്ളൂ. ഇപ്പം ഈ ആരാധനയുടെ സമയത്ത് ഈശോയുടെ ചുംബനം നിനക്ക് കിട്ടണമെങ്കിൽ, ഈശോയുടെ സ്നേഹവാത്സല്യം കിട്ടണമെങ്കിൽ, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ശക്തി നിന്റെ ജീവിതത്തിൽ കിട്ടണമെങ്കിൽ നീ സൂക്ഷിക്കേണ്ട ഒരു നിലപാട് എന്ന് പറഞ്ഞാൽ, നിന്റെ ഹൃദയം കഠിനമാക്കരുത് എന്നതാണ് നീ ചെയ്യേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അപ്പോൾ ചിലർ പറയും, ഈശോയുടെ തിരുഹൃദയത്തോട് എങ്ങനെയാ ചേർന്നിരിക്കാൻ പറ്റുക? ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് ഇരിക്കാൻ വേണ്ട ക്വാളിറ്റി ഈശോ പറയുന്നത്, നിന്റെ ഹൃദയത്തിൽ വിദ്വേഷത്തിൻ്റെ അനുഭവം ഉണ്ടാവരുത്. അതാണ് ഹെബ്രായ ലേഖനത്തിൽ എഴുതുന്നത്. ഹെബ്രായ ലേഖനം പറഞ്ഞത് എന്താ? വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ദൈവകൃപ നഷ്ടപ്പെടാതിരിക്കാൻ എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. വിദ്വേഷത്തിൻ്റെ വേര് എന്ന് പറഞ്ഞാൽ കഠിന ഹൃദയം. അത് പഴയ നിയമത്തിലൊരു സംഭവമുണ്ട്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ കഠിന ഹൃദയരായിട്ടുള്ള ചില മനുഷ്യർ. പഴയ നിയമത്തിൽ കാണുന്നത് ആരാ? പഴയ നിയമത്തിൽ കാണുന്ന ഏറ്റവും വലിയൊരു കഥാപാത്രം എന്ന് പറയുന്നത് ഫറവോയാണ്. നിങ്ങളൊന്ന് വെറുതെ വായിച്ചു നൽകിയ പുറപ്പാടിൻ്റെ പുസ്തകം തുറന്ന മുഴുവൻ കാണുന്ന സംഭവം എന്താ? പുറപ്പാടിൻ്റെ പുസ്തകത്തിലൊക്കെ കാണുന്നത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഫറവോ ഹൃദയം കഠിനമാക്കി. ഒരു മനുഷ്യൻ്റെ ഹൃദയം കഠിനമാക്കി കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ ഹൃദയം കഠിനമാക്കി കഴിഞ്ഞാൽ എന്തൊക്കെ ദുരന്തം സംഭവിക്കുമെന്ന് അറിയണമെങ്കിൽ സ്നേഹമുള്ളവരെ പുറപ്പാടിൻ്റെ പുസ്തകം വായിക്കണം. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, മോനെ നീ ബലി അർപ്പിക്കാൻ പോകുമ്പോൾ, ബലി അർപ്പിക്കുന്നതിന് മുമ്പ് നിനക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ ബലിവസ്തു അവിടെ വെക്കണം എന്ന് പറയുന്നതിൻ്റെ പശ്ചാത്തലം ഈ പഴയ നിയമമാണ്. പഴയ നിയമത്തിൽ പിതാവായ ദൈവം കറക്റ്റ് പഠിപ്പിച്ചു. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞു, ഫറവോ കഠിന ഹൃദയനായി, സ്നേഹമില്ലാത്ത അവസ്ഥയായി, ഹൃദയം കഠിനമായ സമയം മുതൽ ഫറവോയുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ആരംഭിക്കാൻ തുടങ്ങാണ്. എന്താണ് ദുരന്തങ്ങൾ ആരംഭിക്കണേ? ഒന്നാമത്തെ ദുരന്തം എന്താണെന്ന് അറിയോ? അവനൊരു തുള്ളി വെള്ളം കിട്ടാത്ത അവസ്ഥയായി. നിനക്ക് നമ്മൾ പറയില്ലേ, മരിക്കുന്ന സമയത്ത് വെള്ളം തൊട്ടുവരെ നിനക്ക് ആരെങ്കിലും ഉണ്ടടാ? ചിലരുടെ ജീവിതത്തിൽ വെള്ളം തൊട്ട് കൊടുക്കാൻ ആരുമില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഞാനൊരു ശവടപ്പിന് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്ഭുതം തോന്നി സ്നേഹമുള്ളവര്. എന്ന് പറഞ്ഞാൽ ഈ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് അമ്മച്ചിയുടെ അടുത്ത് വന്നിട്ട് കുറച്ച് കുന്തിരിക്ക ഇടാനോ, അമ്മച്ചിയുടെ കോഫിൻ, അതായത് ഈ ശവപ്പെട്ടി ഇങ്ങനെ ഒന്ന് പിടിച്ച് അവിടെ എത്തിക്കാനോ, ഈ കുഴിയിലിറക്കാനോ ഒരാളില്ല. മക്കൾ 5-6 പേരുണ്ട്.
5-6 മക്കളുള്ള ഈ അമ്മച്ചി അങ്ങനെ കെടുക്കുക. ആ യൂണിറ്റുകാരാണ് ഈ അമ്മച്ചിയെ പിടിച്ച് അതിൻ്റെ ഉള്ളിൽ കിടത്തുന്നത്. ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാ, മക്കളൊക്കെ ഇങ്ങനെ നിൽക്കണം, ഒരാൾ പോലും കരയണില്ല. നിങ്ങൾ വിശ്വസിക്കുക, ഞാൻ ഈ പറഞ്ഞ 6 മക്കളുണ്ടായിട്ട് 6 മക്കളും അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അത്ഭുത ജീവിനെ നോക്കണ പോലെ. അപ്പൊ എനിക്ക് ആദ്യം മനസ്സിലായില്ല. അപ്പൊ ഞാനിങ്ങനെ ഇവരുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, ഇതാരാന്നൊക്കെ ചോദിച്ചു പറഞ്ഞു, അച്ഛാ അവരുടെ മക്കളൊക്കെ തന്നെയാ. എന്നിട്ട് ആ യൂണിറ്റിലുള്ളവര് അത് കഴിഞ്ഞ് ഫ്യൂണറൽ സെറമണി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് എന്താന്ന് പറഞ്ഞിട്ട് മക്കളോട് ചോദിച്ചു പറഞ്ഞേ, എൻ്റെ അച്ഛ ജീവിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, ആ സ്ത്രീ എന്ന് പറയാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ അതുപോലെ വിദ്വേഷം സൂക്ഷിച്ചിട്ടുള്ള ഒരമ്മ. അച്ഛൻ വിശ്വസിക്കുമോ, ചോറിൽ എനിക്ക് മുട്ടുസൂചിട്ടെന്നുണ്ട് ഞാൻ ചാവാൻ വേണ്ടിയിട്ട്. സ്വന്തം അമ്മ മകന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് സ്നേഹമുള്ളവരെ? മോനോട് എന്തോ ഒരു കാര്യത്തിന് ദേഷ്യം തോന്നിയിട്ട് അമ്മ പറഞ്ഞ കോഴ്സ് മോൻ പഠിച്ചില്ല എന്ന് പറഞ്ഞിട്ട് മകനെ കൊല്ലാൻ തീരുമാനിച്ച അമ്മ ബ്ലേഡ് ഇട്ട് കൊടുത്തു. ബ്ലേഡിന്റെ കഷ്ണം അത് ഈ മോനിങ്ങനെ മരിച്ചു കഴിഞ്ഞ് ഫ്യൂണറൽ സെറമണി കഴിഞ്ഞിട്ട് എൻ്റെ റൂമിൽ വന്നിരുന്ന് കരയാണ്. കരഞ്ഞിട്ട് പറയാ, അച്ഛാ അമ്മേന്ന് തോന്നുന്നില്ല, അച്ഛാ അമ്മേന്ന് തോന്നുന്നില്ല. ഞാൻ അതൊക്കെ കഴിഞ്ഞ് രാത്രി ഇങ്ങനെ ഈശ്വര അടുത്തിരുന്നിട്ട് ചോദിക്കാറുണ്ട്, നമ്മളൊക്കെ മരിച്ച ആരാ കരയാനുള്ള സ്നേഹമുള്ളവര്? ഈ വിദ്വേഷത്തിലും ഈ വൈരാഗ്യത്തിലും ഇങ്ങനെയൊക്കെ ജീവിക്കണ നിന്റെ മരണസമയത്ത് നിനക്ക് വേണ്ടി കരയാൻ ആരെങ്കിലും ഉണ്ടോ? എന്നെ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ പോണ വഴിയിൽ വണ്ടി ഇടിച്ച് ചത്തു കഴിഞ്ഞാൽ എൻ്റെ ഈ ശവം എടുത്ത് കൊണ്ടുപോയിട്ട് പള്ളിയിൽ വെക്കുമ്പോൾ എൻ്റെ ഇടവകയിലുള്ള 4 പേര് എനിക്ക് വേണ്ടി കരയുമോ? അയാളിങ്ങനെ തെണ്ടിരിഞ്ഞ് നടക്കണ അച്ഛനാണ്, അയാളിങ്ങനെ പാട്ടും ധ്യാനമൊക്കെ ആയിട്ട് നടക്കണ അച്ഛനാന്ന് പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ നോക്കിപ്പോയാൽ അതിനും മോശമായിട്ട് എന്താണ് എനിക്കുള്ളത്? ഞാൻ മരിച്ചു കിടക്കുമ്പോൾ എൻ്റെ അമ്മ ഒരു പക്ഷെ കരയോ? എന്നെപ്പോൾ ചിന്തിക്കാറുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവന്ന സമയത്ത് കരയണവരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിലെൻ്റെ അമ്മ ഉണ്ടാവോ? മേ ബി. അമ്മ എന്തിനാ കരയുണ്ടാവുക? അമ്മയുടെ മോൻ നഷ്ടപ്പെട്ടതിൻ്റെ, എന്നെ നഷ്ടപ്പെട്ടതിൻ്റെ കരച്ചിലാണോ അമ്മ എന്നുള്ളത് I don't know the real reason. എൻ്റെ 2 അനിയത്തിമാര് അത് കഴിഞ്ഞിട്ടൊരു 4ാമത്തെ ആള് കരയോ? ഈ വചനം കേട്ടുകൊണ്ടിരിക്കണ എൻ്റെ സ്നേഹമുള്ളവരോട് ചോദിക്കാനുള്ളത്, തിരുഹൃദയ മാസം കഴിയും, ഈശോയുടെ ഈ ശുശ്രൂഷകൾ കഴിയും, ടെലി റിട്രീറ്റ് ഒക്കെ കഴിയും. യു ആർ ഗോയിങ് ടു ഫേസ് ദ ലൈഫ്. ജീവിതത്തെ നീ നേരിടുമ്പോൾ നിനക്ക് വേണ്ടി കരയാൻ ഒരാളുണ്ടാ? ഒരാൾ നിന്റെ കൂടെ നിന്നിട്ട് സാരല്ലേടാ ഞാനുണ്ട് കൂടെ എന്ന് പറയാൻ നിനക്ക് ആരുണ്ട്? നന്ദിത എന്ന് പറഞ്ഞ കവിയത്രിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കവിതയൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പം നന്ദിതയുടെ കവിതയൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്കിങ്ങനെ കണ്ണ് നിറയും, നല്ല സുന്ദരമായ കവിത. എന്നിട്ട് ഈ സ്ത്രീ ആത്മഹത്യ ചെയ്യുക, നന്ദിത സൂയിസൈഡ് ചെയ്യുക. അപ്പോൾ വാട്ട് ഈസ് ദ റീസൺ? ഇത്രയൊക്കെ കവിത എഴുതിയ നന്ദിത പറയാണ്, നന്ദിതയെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ സ്നേഹമുള്ളവരെ, നമ്മളെ ചേർത്ത് പിടിക്കാൻ ആരാ? മരണസമയത്ത് നമ്മുടെ കൂടെ നിന്ന് നമുക്കൊരു പാത്രം കഞ്ഞിവെള്ളം തരാൻ, ഒരു തുള്ളി വെള്ളം തരാൻ നിനക്ക് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കണം. അതിന് നീ ചെയ്യേണ്ട കാര്യം, ജീവിച്ചിരിക്കുന്ന സമയത്ത് വിദ്വേഷമില്ലാത്ത ഒരു ജീവിതം നിനക്കുണ്ടാവണം. അപ്പനോട് പിണങ്ങിപ്പോയ മോൻ, അവന് സ്വസ്ഥത കിട്ടിയ സ്നേഹമുള്ളവര്, അവന് ഇത്രയും പൈസ ഉണ്ടായി, പൈസ കൊണ്ട് അവന് എന്തെങ്കിലും ഉണ്ടായി, is there any use the money? അവനൊന്നും പറ്റിയില്ലല്ലോ, കൂട്ടുകാരവനെ പറ്റിച്ചു. അതാണ് നീ ഒരാളായിട്ട് വൈരാഗ്യത്തിലായ, ദ്വേഷത്തിലായി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്, നിന്റെ കൂടെ നിൽക്കുന്നവര് നിന്നെ ചീറ്റിയും. ഒരാൾ നിനക്ക് കൂടെ ഉണ്ടാവില്ല. വെള്ളം പോലും കിട്ടാത്ത രീതിയിൽ നിന്റെ ജീവിതം ഇങ്ങനെ നരകിച്ചു പോകും. അതല്ലേ വചനം എഴുതിയിരിക്കണത്? എന്താ എഴുതിയിരിക്കണത്? ഈശോ എഴുതിയിരിക്കണത് ഏറ്റവും നല്ല കഥയായിരിക്കും ഒരു പക്ഷെ പ്രോഡിഗൽ സണ്ണിന്റെ കഥയിൽ എന്താ എഴുതി വെച്ചിരിക്കണേ? ദൂർത്തുപുത്രന്റെ കഥയിൽ എഴുതിയ അവന് ഭക്ഷണം കിട്ടാതെ പന്നിക്കൂട്ടത്തിൽ പോയിട്ട് പന്നികൾക്ക് കൊടുക്കുന്ന തവിട് അവനിങ്ങനെ കുഴച്ച് കഴിച്ചു. ഇതിനേക്കാൾ മോശമായിട്ടുള്ള അവസ്ഥ എവിടെയാ? അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: അപ്പായുടെ സ്നേഹത്തിൽ നിന്ന് അവൻ വിദ്വേഷത്തോടുകൂടെ ഇറങ്ങിപ്പോയി. അപ്പാ ഞാൻ പോവാണ്, ഞാൻ തിരിച്ചു വരാം, അങ്ങനെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഒരു പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പോലും അപ്പന് മോനോട് സ്നേഹം ഉണ്ടായിട്ട്, അല്ലെങ്കിൽ മോന് അപ്പനോട് സ്നേഹമുള്ള പോലെ തോന്നാറുണ്ട്. അങ്ങനെ ഉണ്ടായില്ല. ഇനി വരാം നമുക്ക് ഫറവോയുടെ കഥയിലേക്ക്. ഈ അമ്മച്ചിയുടെ ശവടുപ്പിന് ആരും ഉണ്ടായിരുന്നില്ല, ഈ കോഫിൻ പിടിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതുപോലെ വെള്ളം കിട്ടാത്ത അവസ്ഥ ഉണ്ടായത് കാണണമെങ്കിൽ ഫറവോയുടെ ജീവിതത്തിലാണ്. ഫറവോയുടെ കഥ എന്താ? രാജാവായിരുന്നു. പക്ഷെ രാജാവിൻ്റെ ജീവിതത്തിൽ രാജാവിൻ്റെ ഹൃദയം കഠിനമാക്കിയപ്പോൾ സംഭവിക്കുന്നത്, ആ വെള്ളം മുഴുവൻ എന്തായി? രക്തം. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കുളിക്കാൻ നോക്കുമ്പോൾ ഷവർ തുറക്കുമ്പോൾ രക്തം വരുന്നത്?
എനിക്ക് തല ചുറ്റുന്ന കാര്യമാണ്. ഒത്തിരി ബ്ലഡ് കണ്ടപ്പോൾ തലയിട്ട് വീണ ആളാണ് ഞാൻ. ഇന്ന് കുളിക്കാൻ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ഷവറിൽ മുഴുവൻ ഇങ്ങനെ രക്തം വന്നുകൊണ്ടിരിക്കണു. ഫറവോയുടെ വീട്ടിൽ അവൻ്റെ കൊട്ടാരത്തിൽ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കണത് എന്താ? ആ കൊട്ടാരത്തിൽ മുഴുവൻ ഇങ്ങനെ ഷവറിൽ മുഴുവൻ ഇങ്ങനെ രക്തം. കുടിക്കാൻ വെള്ളം എടുക്കുമ്പോൾ, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുമ്പോൾ മോന് വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ കട്ട പിടിച്ച ബ്ലഡ്. വചന ചേച്ചിരിക്കുന്നത് അച്ഛ ചേച്ചിരിക്കുന്നതല്ല, അവിടെ മുഴുവൻ ഇങ്ങനെ ബ്ലഡ് നിറഞ്ഞു, വെള്ളം കിട്ടാത്ത അവസ്ഥയായിട്ട് പോകും. നീ ശത്രുതയിൽ നിൽക്കുമ്പോൾ കിട്ടാൻ പോകുന്ന ദുരന്തമാണ്. ഒരു തുള്ളി വെള്ളം കിട്ടാതെ നിന്റെ ജീവിതം ഇങ്ങനെ തകർച്ചയുടെ വക്കിൽ നിൽക്കും. രണ്ടാമത്തെ എന്താ? ഫറവോയുടെ മക്കള് നശിച്ചു പോയി എന്നാണ് പറയുന്നത്. മക്കള്. ഇപ്പൊ നിന്റെ ജീവിതത്തിൽ മക്കളുണ്ടോ? നമ്മുടെയൊക്കെ ഒരു സന്തോഷം എന്ന് പറയുന്നത് എന്താ? ഒരു അപ്പനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സന്തോഷം മക്കൾക്ക് ജന്മം നൽകുക, മക്കൾ കൃപയുള്ളവരാകുക എന്നുള്ളതാണ്. ഈ ഫറവോയുടെ സംഭവത്തിൽ എഴുതിയിരിക്കുന്നത്, ഫറവോയുടെ ആദ്യജാതരെല്ലാം ഇവനിങ്ങനെ ആരൊക്കെ കൊന്നോ, ഇസ്രായേലിലുള്ളവരെ കൊന്നതിൻ്റെ ആനുപാതികമായിട്ട് ഇവൻ്റെ കുടുംബത്തിൽ നിന്നിങ്ങനെ എല്ലാവരും ഇങ്ങനെ മരിച്ചു പോണത്, പ്രിയപ്പെട്ടവർ മുഴുവൻ ഇങ്ങനെ നശിച്ചു പോകും. അതൊരു ഭയങ്കര കാര്യമാണ്. അത് ബൈബിള് സ്നേഹമുള്ളവരെ, ബൈബിളിൻ്റെ തിയോളജി പഠിച്ചാൽ നമ്മൾ പഠിപ്പിക്കണം, ഈശോ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആരൊക്കെ ശത്രുതയിൽ നിൽക്കുന്നുണ്ടോ ആ ശത്രുതയുടെ ആഫ്റ്റർ ഇഫക്റ്റ് തലമുറകളിലേക്ക് ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ദാവീദ് ശത്രുത സൂക്ഷിച്ചു. ആരുടെ അടുത്ത്? ഊറിയ എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ അടുത്ത് ശത്രുത സൂക്ഷിച്ച ദാവീദിന് പറ്റിയ പരിക്കെന്താ? ആരും കണ്ടില്ലല്ലോ. ദാവീദ് അവനെങ്ങനെ പടക്കളത്തിൽ മുന്നിൽ നിർത്തിയ സംഭവം ലോകത്തിൽ ആർക്കും അറിയില്ല. ദാവീദിനും ഊറിയയ്ക്കും അല്ലാതെ വേറെ ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ ദൈവത്തിനറിയായിരുന്നു. ഇവൻ ഇങ്ങനെ ചതിയിൽ കൊന്നതാണെന്ന് ദാവീദ് ചെയ്തത് നെറികേടാണെന്ന് സ്വർഗത്തിലെ ദൈവം കണ്ടു. ബത്ശബയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഊറിയായെ തട്ടിക്കളഞ്ഞ ഈ പറയുന്ന ദാവീദിനെ ദൈവം വെറുതെ വിട്ടില്ല. അതല്ലേ സത്യത്തിൽ അതല്ലേ സംഭവിക്കണേ? കഥ എന്താ? ദാവീദിന്റെ കഥയുടെ പതനം തുടങ്ങുന്നത് അവൻ ബത്ശബയുമായിട്ട് പാപം ചെയ്ത സമയം തൊട്ടല്ല. അവൻ്റെ കഥ തുടങ്ങുന്നത് ബത്ശേബയുടെ അടുത്ത് പാപം ചെയ്ത് കഴിഞ്ഞിട്ട് ഊറിയായോട് ശത്രുത സൂക്ഷിച്ച സമയം മുതലാണ് ആ ഗ്രാഫ് ഇങ്ങനെ നെഗറ്റീവ് ആവാൻ തുടങ്ങുന്നത്. ഊറിയായെ കൊന്നു കളഞ്ഞ ഉടനെ തന്നെ പിന്നെ ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളുടെ ഘോഷയാത്രയാണ്. ദുരന്തങ്ങളുടെ ഘോഷയാത്ര. തിരിച്ചറിഞ്ഞോ? നീ ഒരാളുടെ ശത്രുതയിൽ നിന്നോ നിന്റെ ജീവിതത്തിൽ ഈ സ്നേഹത്തിൻ്റെ അറ്റ്മോസ്ഫിയർ ഇല്ലാതെ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദുരന്തങ്ങളുടെ ഘോഷയാത്ര വരുന്ന അറിയണമെങ്കിൽ ദാവീദിനെ കണ്ടുപഠിക്കണം. എന്തൊക്കെ സംഭവിച്ചേ? ദാവീദിന്റെ 3 മക്കളെങ്കിലും അച്ഛൻ പെട്ടെന്ന് പരിചയപ്പെടുത്താം. 1 താമാറ്, 2 അബ്സലോമ്, 3 അമ്നോൻ. ഈ 3 പേരുടെയും ജീവിതത്തിൽ ദുരന്തമാണ്. താമാറ് സ്വന്തം സഹോദരനാൽ പീഡിപ്പിക്കപ്പെട്ട ഒരു പെണ്ണായി മാറി എന്ന് പറഞ്ഞോ. സ്വന്തം മകള് നശിച്ചു പോണത് ദാവീദ് ഇങ്ങനെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുക. ഇനി എന്ത് ചെയ്യാണ്? അബ്സലോമ് ഇത് കാണുകയാണ്. സഹോദരങ്ങൾ തമ്മിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു നിൽക്കാൻ പറ്റാതെ അബ്സലോമ് ആരും കാണാതെ അമ്നോനെ കൊന്നുകളയാണ്. ബൈബിളിൻ്റെ കഥ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റോറി വേറെ ഒരുത്തരും നമ്മൾ കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന റിവെഞ്ച് ചെയ്യുന്നവരെ ഇങ്ങനെ തകർന്നു പോകുന്നതിൻ്റെ കഥ വേറെ ഒരിടത്തിലും ഇല്ലല്ലോ. അമ്നോൻ മരിച്ചു വീഴുന്നു എന്ന് പറഞ്ഞാൽ കൊന്നുകളയണം അബ്സലോം. ഇപ്പം ഈ അബ്സലോമിനെ കൊന്നുകളഞ്ഞു കഴിഞ്ഞപ്പോൾ, അബ്സലോം ഇങ്ങനെ അമ്നോനെ കൊന്നുകളഞ്ഞു കഴിഞ്ഞപ്പോൾ താമാറിൻ്റെ ജീവിതം പോയി, അമ്നോന്റെ ജീവിതം പോയി. അബ്സലോം ഇത് ആരും അറിഞ്ഞില്ല എന്ന് വിചാരിച്ചു. അതായത് ദാവീദിന് അങ്ങനെ തന്നെയാണ്. ദാവീദ് വിചാരിച്ചു ഞാൻ ഈ പറയുന്ന ഇവനെ കൊന്നത് ലോകത്തിൽ ആരും അറിഞ്ഞിട്ടില്ലല്ലോ. ഈ പറയുന്ന ബത്ശബയുടെ ജീവിത പങ്കാളിയായ ഊറിയായെ കൊന്നത് ആരും അറിഞ്ഞില്ല എന്ന് വിചാരിച്ചതുപോലെ തന്നെ ദാവീദിന്റെ മകനായ അബ്സലോമ് അമ്നോനെ കൊന്നുകളഞ്ഞത് ആരും അറിഞ്ഞില്ല എന്നാണ് ആ പറയുന്ന അബ്സലോമ് വിചാരിക്കണേ. പക്ഷെ തിരുവചനം എന്താ എഴുതിയിരിക്കണത്? ആരും അറിഞ്ഞില്ല, പക്ഷെ ദൈവം അറിഞ്ഞു. ദൈവം എന്ത് ചെയ്തു? തിരുവചനം പറയണത് ഇങ്ങനെയാണ്: അബ്സലോമ് അമ്നോനെ കൊന്നു കളഞ്ഞ് ആരും കാണാതെ വരുന്ന സമയത്ത്, കുതിരപ്പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആ കുതിരപ്പുറത്ത് വെച്ച് ദൈവം അവനെ ഇല്ലാതാക്കുക. അവനൊരു മരത്തിൻ്റെ മുകളിലൂടെ പോണ സമയത്ത് അവൻ്റെ മുടി
ഇറുക്കത്തിൽ പിടിക്കുകയാണ്. നീ പാപം ചെയ്തിട്ടുണ്ടോ, നിന്നെ ഈ പ്രകൃതി നശിപ്പിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറഞ്ഞാൽ, ശത്രുതയിൽ നിന്ന് കഴിഞ്ഞാൽ പ്രകൃതി പോലും നിനക്കെതിരാവും. ആൽക്കെമിസ്റ്റിലെ നോവലിൽ പറയുന്നുണ്ട്, നീ നല്ലത് ചെയ്തോ പ്രകൃതി നിന്നെ അനുകൂലിക്കുന്നു പറഞ്ഞിട്ട് പൗലോക്കോയിൽ എഴുതുന്ന പോലെ ബൈബിള് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ പറയാണ്, നീ ശത്രുതയിൽ നിന്ന് കഴിഞ്ഞാൽ, സ്നേഹമില്ലാതെ നിന്ന് കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തം എന്ന് പറയുന്നത് പ്രകൃതി നിന്നെ നശിപ്പിക്കും. എന്ന് പറഞ്ഞാൽ അബ്സലോമിനെ ആ കാണുന്ന മരം കൊന്നുകളഞ്ഞു. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങളിത്? എവിടെയെങ്കിലും കേട്ട് കേൾവിയില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് നിറയും എന്ന് പറഞ്ഞാൽ അവൻ്റെ കുടുംബം ഇങ്ങനെ തകർന്നു പോയി. അത് കഴിഞ്ഞിട്ടാണ് ദാവീദിന് ബോധോദയം ഉണ്ടാകുന്നത്. ദാവീദ് ഈ നാശവും അതുപോലെ തന്നെ ഒരു മോനെ നമ്മൾ കാണുന്നുണ്ട്, ബൈബിളിലൊക്കെ വായിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും പുഴുകേറിയ കുഞ്ഞ്. ദാവീദ് പറഞ്ഞു, എനിക്കിനി കാണണ്ട, ഞാനിങ്ങനെ ശത്രുതയിൽ നിന്നതിന് ദൈവം തന്ന ശിക്ഷയാന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞ് മരിക്കുമ്പോൾ ദാവീദ് പറഞ്ഞു, എനിക്കിനി കാണണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ അവന് മാനസാന്തരം, അവനിങ്ങനെ കരയാൻ തുടങ്ങാം. എൻ്റെ ദൈവമക്കളെ, ഈ തിരുഹൃദയ മാസം നീ ഇരുന്ന് കരയണം. കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് തെറ്റി, കർത്താവെ, ഞാൻ എൻ്റെ ഭാര്യയെ, ഞാൻ എൻ്റെ മക്കളെ, ഞാൻ എൻ്റെ വൈദികരെ, ഞാൻ എൻ്റെ സഭയെ, ഞാൻ എൻ്റെ സന്യാസത്തിലുള്ളവരെയൊക്കെ ഞാൻ സ്നേഹിക്കാതെ ശത്രുതയിൽ നിന്നുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നീ കരഞ്ഞില്ലെങ്കിൽ ദാവീദിന് സംഭവിച്ച ദുരന്തം പോലെ, പഴയ നിയമത്തിൽ ഫറവോയ്ക്ക് സംഭവിച്ച ദുരന്തം പോലെ ഫറവോയുടെ ഈ എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞു. ഇനി മൂന്നെന്താ? ഈ പറയുന്ന ഫറവോയുടെ മുഴുവൻ സമ്പത്തും ചോർന്നുപോയി. മുഴുവൻ അവൻ്റെ ആ രാജ്യം മുഴുവൻ പോകുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എബ്സല്യൂട്ട്ലി സീറോയായിട്ട് മാറും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നീ സ്നേഹിക്കാതിരിക്കണ സമയം മുതൽ നിനക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തം എന്ന് പറയുന്നത് നീ തിരിച്ചറിഞ്ഞോ, പതുക്കെ പതുക്കെ നീ സീറോ ആവാൻ തുടങ്ങാണ്. ഹീറോ ആവാനല്ല, സീറോ ആവാൻ തുടങ്ങി. ദാവീദ് സീറോ ആയില്ലേ? ഈ പറയുന്ന അബ്സലോമിനെ, ഈ പറയുന്ന താമാറിനെ, ഈ പറയുന്ന അമ്നോനെയൊക്കെ കണ്ട് ആ പറയുന്ന ദാവീദ് പറഞ്ഞു, എൻ്റെ കർത്താവേ തെറ്റിപ്പോയി. അതാണ് 51-ാം സങ്കീർത്തനം. പറ്റുകയാണെങ്കിൽ ശത്രുതയിൽ നിൽക്കുന്നവർ പോയിട്ട് ഇന്നിരുന്ന് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നോക്കി ഈ 51-ാം സങ്കീർത്തനം വായിക്കണം. വായിച്ചിട്ട് പറയണോ, എൻ്റെ ഈശോയെ തെറ്റി തെറ്റി. ആ തെറ്റ് നീ തിരിച്ചറിഞ്ഞ് ആ ധൂർത്തുപുത്രൻ തിരിച്ചു വരുന്ന സമയത്ത് അവൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്നേഹം എമർജ് ചെയ്യാൻ തുടങ്ങി. എമർജിങ് ലവ് അത് തുടങ്ങി കഴിഞ്ഞ സമയത്താണ് പിന്നെ അപ്പായുടെ സ്നേഹം അവനിലേക്ക് വീശാൻ തുടങ്ങണേ. അതാണ് മനസ്സലിഞ്ഞ് അവനെങ്ങനെ കെട്ടിപ്പിടിച്ചു. പിതാവ് അവനെ കാത്തിരുന്നു. ഈശോയുടെ സ്നേഹം എങ്ങനെയാണ്? നമ്മളെ കാത്തിരിക്കും. തെറ്റി സാരില്ല, പക്ഷെ നീ തെറ്റിന്ന് തിരിച്ചറിഞ്ഞ് വരണുണ്ടോ എന്നാണ് ഈ തിരുഹൃദയ മാസം ഓർക്കേണ്ടത്. ഈ പറഞ്ഞ കഥയ്ക്ക് ഒരു അപ്പുറത്തൊരു സംഭവം കൂടെ പറഞ്ഞുതരാം അച്ഛൻ. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കഥാപാത്രമായ ദാവീദ് ശത്രുതയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ദാവീദിൻ്റെ കുടുംബത്തിൽ ദുരന്തം ഉണ്ടായി. ശത്രുതയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഫറവോയുടെ കുടുംബത്തിൽ ഇങ്ങനെ തീമഴ പെയ്യുന്നത് പോലെ, വചനം മുഴുവൻ അങ്ങനെ കുറേ സംഭവം ഉണ്ട്. അച്ഛന് സമയത്തിൻ്റെ പേരിൽ നമ്മുടെ ഒരു ചെറിയ പ്രോഗ്രാം ആയതിൻ്റെ പേരിൽ ഇതച്ഛനിങ്ങനെ ഏറ്റവും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഫറവോയ്ക്കെല്ലാം നഷ്ടപ്പെട്ടു, അവന് വെള്ളം കുടിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്ന കഥ കേട്ടു. ഇനി ഇവിടെ കേരളത്തിൽ നമ്മൾ പോകുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ വിശുദ്ധനാക്കിയ ഒരു വിശുദ്ധനുണ്ട്. ആരാ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന അക്രൈസ്തവനായൊരു മനുഷ്യൻ. എനിക്ക് അദ്ദേഹത്തെ വിശുദ്ധനാക്കുന്ന സമയത്ത് ഒരു ഇഷ്ടവും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പേരെന്തായിരുന്നു? ഇതിൻ്റെ പേര് ദേവസഹായം പിള്ള. ഇപ്പം ഈ ദേവസഹായം പിള്ളയെ വിശുദ്ധനാക്കുന്ന സമയത്ത് സ്നേഹികളവരെ ഞാൻ അന്ന് അവിടെ ധ്യാനിപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ധ്യാനിപ്പിക്കാൻ പോയ സമയത്താണ് അവിടെ ഒരു മുട്ടിടിച്ചാമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ചെന്നത്. വെറുതെ ഇങ്ങനെ ഒരു ധ്യാനത്തിൻ്റെ ഒഴിവ് സമയത്ത് അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സ്ഥലം കാണുന്നത്. യൂട്യൂബിൽ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇങ്ങനെയാണ്. എനിക്ക് അവർ പറഞ്ഞു തന്ന കഥ ഇങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മനുഷ്യൻ മാർത്താണ്ഡവർമ്മ ഇവനോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ നിന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് പറ്റില്ല, ഞാൻ ദൈവത്തെ സ്നേഹിക്കുള്ളൂ എന്ന് പറഞ്ഞ സമയം മുതൽ മാർത്താണ്ഡവർമ്മയും മാർത്താണ്ഡവർമ്മയുടെ ടീം അംഗങ്ങളും ഈ ദേവസഹായം പിള്ളയെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യാണ്. അത്രയും ശത്രുതയോട് കൂടിയിട്ട് ഒരു മനുഷ്യനോടും ലോകത്തിലാരും പെരുമാറിയില്ല. അതുപോലെ വേദന കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ചരിത്രമൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. ദേവസഹായം പിള്ളയുടെ ആ ലൈഫ് ഹിസ്റ്ററിയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇദ്ദേഹത്തിന് ഇങ്ങനെ പച്ചയ്ക്ക് നിർത്തിയിട്ട് എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് മുഴുവൻ മാറ്റി അദ്ദേഹത്തെ ഇങ്ങനെ നമ്മൾ ഈ അമ്മമാരിങ്ങനെ മീൻ അരിയണത് പോലെ ഇങ്ങനെ ഈ മനുഷ്യൻ്റെ ശരീരം മുഴുവൻ ഇങ്ങനെ അരിയും.
കത്തി കൊണ്ട് ഇങ്ങനെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും ഇങ്ങനെ കീറിയിടും, ഇങ്ങനെ കീറിയിട്ടിട്ട് തീർക്കില്ല. അതിനുശേഷം എന്ത് ചെയ്യും? ആ ശേഷം ചെയ്യുന്ന കാര്യം എന്താണ്? അവിടെയുള്ള ഏറ്റവും നല്ല മിളക് പൊടി എടുത്തിട്ട് അത് ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ ഇങ്ങനെ വെച്ച് തേച്ച് പിടിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക, കൈ മുറിഞ്ഞൊരു സ്ഥലത്ത് പോലും നമുക്ക് ചോറെടുക്കാൻ നോക്കുമ്പോൾ നമ്മൾ സ്പൂണിൽ ഉപയോഗിക്കും. കാരണം എന്താ? കൈ മുറിഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന ചോറിൽ കറിയുടെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ആ സമയത്താണ് ദേവസഹായം പിള്ളയെ അവർ ചെയ്യുന്നത്. എന്ത് ചെയ്യാണ്? ഇവൻ്റെ ശരീരം മുഴുവൻ ഇങ്ങനെ കീറി മുറിച്ച് അതിൽ മുഴുവൻ ഇങ്ങനെ ചൂന്യാൻ മിളക് എന്ന് പറയുന്ന ഏറ്റവും എരിവുള്ള സംഭവം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ് മുകളിൽ, ശരീരത്തിൽ മുഴുവൻ. ഇത് ഏറ്റു പിടിപ്പിക്കുന്ന സമയത്ത് സ്നേഹമുള്ളവരെ, നമ്മളാണെങ്കിൽ എന്താ ചെയ്യാം? നമ്മളാണെങ്കിൽ ആ പറയുന്ന പടയാളികളോടോ അല്ലെങ്കിൽ ആ പറയുന്ന മനുഷ്യരോടോ ദേഷ്യം തോന്നും. This is quite natural because we are the social being. നമ്മൾ മനുഷ്യനായതുകൊണ്ട്. ഇയാൾ എങ്ങനെയാ വിശുദ്ധനായ എന്ന് ചോദിച്ചാൽ, ഈ അക്രൈസ്തവനായ ദേവസഹായം പിള്ള എങ്ങനെയാണ് ബലിപീഠത്തിൻ്റെ അടുത്തിരിക്കാനുള്ള കൃപ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ മാർത്താണ്ഡവർമ്മയുടെയും ആ പറയുന്ന പടയാളികളും മുഴുവൻ ഈ മനുഷ്യനെ കൊല്ലാകൊല ചെയ്യുന്ന സമയത്തും ഒരിക്കപ്പോലും ആ കൂടെ നിൽക്കുന്ന ഒരാളോടും ഈ മനുഷ്യന് എന്ത് തോന്നിയില്ല? ശത്രുത തോന്നിയില്ല. എൻ്റെ ഈശോ സ്നേഹിക്കാനാണ് എന്നെ പറഞ്ഞേക്കണേ. ഒരു അക്രൈസ്തവൻ പറഞ്ഞ വാചകമാണ്. ആ മനുഷ്യൻ അന്ന് ജീവിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഞാൻ ഈശോയെ കുറിച്ച് കേട്ടു. ഡെലനോയ് എന്ന് പറയുന്ന മനുഷ്യൻ, ഡച്ചുകാരൻ, ഈ പറയുന്ന തടവറയുടെ ഉള്ളിൽ ഒരു ഒറ്റ മിനിറ്റ് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഒറ്റ മിനിറ്റ് ഈ പറയുന്ന മനുഷ്യന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, അതെ ഈശോയുടെ സ്നേഹത്തിന് പ്രത്യേകതയുണ്ട്, ശത്രുവിനെ സ്നേഹിക്കുന്ന സ്നേഹമാണ്. ഇവൻ ഈ പറയുന്ന തടവറയുടെ ഉള്ളിൽ കിടക്കുന്ന സമയത്ത് ഡെലനോയ് എന്ന് പറയുന്ന ഡച്ച് സൈനികൻ പറയുന്നത് കേട്ടപ്പോൾ അവനത് നെഞ്ചിലേറ്റി. ഈശോയുടെ സ്നേഹം എന്ന് പറയുന്നത് ശത്രുവിനെ സ്നേഹിക്കുന്ന സ്നേഹമാണ്. അവൻ ആ തടവറയിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞ് ഇവനെ കൊല്ലാക്കൊല ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഇവനൊരു വാക്ക് ഒരുപാടിയില്ല, ഒരു വാക്കുവൻ ദേഷ്യപ്പെട്ടില്ല. ആ ദേഷ്യപ്പെടാതിരുന്നതിന് ദൈവം ഒരു കൃപ കൊടുത്തു. അതറിയണമെങ്കിൽ നിങ്ങളിപ്പോ ഈ തിരുഹൃദയ മാസം കഴിഞ്ഞ് ദേവസഹായം പിള്ളയുടെ അവിടെ ഒന്ന് പോയി, അവിടെ പോയിട്ട് ഒരു മുട്ടിടിച്ചാമ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് എന്താണ്? എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ശത്രുതയിൽ സൂക്ഷിച്ച ഫറവോയുടെ കുടിക്കുന്ന വെള്ളത്തിൽ ചോര വന്നു എന്ന് എഴുതിയില്ലേ? ഇനി ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് എഴുതിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? മുട്ടിടിച്ചാമ്പാറയിൽ ചെല്ലുന്ന സംഭവം എന്താ? ഇവനിങ്ങനെ കൊല്ലാക്കൊല ചെയ്തൊരു മലയുടെ മുകളിലെത്തി. അവിടെ ആ പറയുന്ന താഴത്തുപോലും വെള്ളമില്ല. ഇവൻ ആ മുകളിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവന് കുടിക്കാനായിട്ട് കുറേ വിഷം കൊടുത്തു. എനിക്ക് വേണ്ട, എന്നാൽ നീ എന്താ ചെയ്യുന്നു പറഞ്ഞ് ശത്രുക്കൾ ഇങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് ഇവൻ കർത്താവിനോട് പറഞ്ഞു, ദേവസഹായം പിള്ള ഈശോയോട് പറഞ്ഞു, ഈശോയെ, നിന്നെ സ്നേഹിക്കുന്ന നിന്റെ മകനാണ് ഞാൻ, എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല, എനിക്ക് ഈ സമയത്ത് ഒരല്പം വെള്ളം വേണം. അങ്ങനെ പറഞ്ഞ് ഇവൻ സ്വർഗത്തിലേക്ക് നോക്കി ഇങ്ങനെ ശത്രുതയില്ലാതെ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ചരിത്രം എഴുതിയിരിക്കുന്നത് സ്നേഹമുള്ളവരെ? അത് ഞാൻ പറയുന്ന പൊട്ടക്കഥയല്ലത്, ഇത് എഴുതി വെച്ചിരിക്കുകയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അങ്ങനെ ശത്രുതയില്ലാതെ ദേഹത്ത് മുഴുവൻ ഇങ്ങനെ മണ്ണും ചെളിയും ഈ പറയുന്ന ചൂഞ്ഞാൻ മിളകും തേച്ച ഈ മനുഷ്യന്റെ ശരീരത്തിൽ കിടന്ന് മരിക്കാൻ നിൽക്കുന്ന സമയത്ത് അവൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ വെള്ളം. ആ സമയത്ത് അവിടെ ഒന്നും വെള്ളമില്ലാന്ന് പടയാളികൾക്ക് അവിടെ നിൽക്കുന്നവർക്ക് അറിയാം. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, നീ ശത്രുത സൂക്ഷിക്കാതെ നിന്നതിൻ്റെ പേരിൽ ഇവിടെ നിനക്ക് ഞാനൊരു അത്ഭുതം ചെയ്യും. നീ എന്താ ചെയ്യണ്ടേ? നിന്റെ ഈ കൈ കൊണ്ടൊന്ന് പതുക്കെ ഈ പറയുന്ന ആ കരിങ്കല്ലിലൊന്ന് മുട്ടിയേ. ദേവസഹായം പിള്ള കർത്താവിൻ്റെ സ്വരം കേട്ടു. ഈശോയുടെ സ്നേഹത്തിൽ നിറഞ്ഞ് ഈ മനുഷ്യൻ ഇങ്ങനെ ലാസ്റ്റ് മൊമെൻറ്റിൽ, കർത്താവെ അങ്ങ് പറയുന്നത് അനുസരിച്ച് ഞാൻ ഈ കാണുന്ന താഴത്ത് പോലും വെള്ളമില്ലാത്ത സ്ഥലത്ത് ഞാൻ ഈ കൈ മുട്ടിക്കാമെന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ ഇങ്ങനെ മുട്ടിക്കുക. അതാണ് മുട്ടിടിച്ചാമ്പാറ. അയാൾ ഇങ്ങനെ മുട്ടിടിച്ച് കഴിഞ്ഞപ്പോൾ ഒരിക്കലും വെള്ളം വരാത്ത സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങാണ്. ഒഴുകി മനുഷ്യനെ നിറയുവോളം എന്ന് പറഞ്ഞാൽ സ്നാനപ്പെടുവോളം കുടിച്ച് തൃപ്തരാകുമ്പോൾ സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്ന സ്വരം എങ്ങനെയാണ്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദർ ഈസ് ഓൺലി വൺ റീസൺ. ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഹേറ്റ്രഡ് ഉണ്ടായിരുന്നില്ല. ഈശോയെ സ്നേഹിച്ചു. തന്നെ വേദനിപ്പിച്ച മനുഷ്യരോട് ഒരിക്കൽ പോലും പക വീട്ടാനുള്ളതല്ല എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ നിന്നു. ആ വെള്ളം ഇന്നും ഉണ്ട് സ്നേഹമുള്ളവരെ. ഞങ്ങളിപ്പോൾ പോയപ്പോഴും, ഞാൻ ആ വിശുദ്ധനാവുന്ന സമയത്ത് അതിൻ്റെ ഒരു ധ്യാനത്തിനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ട് തെക്കിയെടുക്കാം. അവിടെ താഴത്തെ ഭാഗത്ത് ഇപ്പോഴും വെള്ളമില്ല, ഇതിൻ്റെ മുകളിൽ ഇപ്പോഴും വെള്ളമാണ് എന്ന് പറഞ്ഞാൽ നീ കർത്താവിൻ്റെ അടുത്തേക്ക് വന്നോ, ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങിയ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ സ്നേഹത്തിൻ്റെ പെരുമഴ കർത്താവ് നൽകും.
ഇനി ശത്രുതയിൽ നിന്നാലോ നിന്റെ കിട്ടേണ്ട അഭിഷേകങ്ങൾ നഷ്ടപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തിരുഹൃദയമാസം ഈശോയുടെ സ്നേഹത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ആരോടെങ്കിലുമൊക്കെ ദേഷ്യം ഉണ്ടാവും, ഇന്നതൊന്ന് തീർത്തി. ഭാര്യയോടാണോ, മക്കളോടാണോ, നീ ആരുടെയെങ്കിലുമൊക്കെ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ, അതൊന്ന് അൺബ്ലോക്ക് ചെയ്യ്. ഇന്ന് രാത്രി നിന്നെ ഏറ്റവും വേദനിപ്പിച്ചവനോടൊന്ന് വിളിച്ചിട്ട് പറ, എടാ വന്നേ നമുക്കൊരു കപ്പ് കാപ്പി കുടിക്കാം, എടാ വന്നേ നമുക്കൊരു ഗ്ലാസ് കഞ്ഞി കുടിക്കാം, ഒരു കപ്പ് കഞ്ഞി കുടിക്കാം എന്ന് പറഞ്ഞ് നീ സ്നേഹിക്കാൻ തുടങ്ങിക്കോ. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് ഈശോ നിന്നെ ചേർത്ത് പിടിക്കണേ. പ്രാർത്ഥിക്കാം. ആമീൻ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. എല്ലാ മിഴികളും ഈശോയിലേക്ക്. ഈ തിരുഹൃദയമാസത്തിന്റെ ആത്മീയ അഭിഷേകത്തിന്റെ ഈ നല്ല സമയത്ത് വികാരണ ഈശോയിലേക്ക് നമുക്ക് നോക്കാം. അവിടുന്ന് ഇപ്രകാരം നമ്മളോട് പറയുന്നത് നമുക്ക് കേൾക്കാം. മകനെ, നീ എപ്പോഴും എന്നോട് കൂടെയുണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതാണ്, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ഈശോയ്ക്കുള്ളത് എന്താണോ അതെല്ലാം ഈശോ നിനക്ക് നൽകും. ആണ് ചങ്ക് പറിച്ചു തന്ന സ്നേഹമാണ്. ചങ്കിലെ ചോര തന്ന് സ്നേഹിച്ച വെറും വാക്ക് ഈശോ പറഞ്ഞതല്ല. ആണ് അവനവരോട് പറഞ്ഞത്, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെയുണ്ടല്ലോ. ഈശോയുടെ മക്കളോട് അവിടുന്ന് പറയുന്നു, ഈശോയുടെ കൂടെ, ഈശോയുടെ കൂടെ. എനിക്കുള്ളതെല്ലാം നിന്റേതാണ്, എനിക്കുള്ളതെല്ലാം. ഈശോ പറയാ, ഒന്നും ഞാൻ ബാക്കി വെക്കണില്ല, ബാക്കിയെല്ലാം നിനക്കുള്ളതാണ്. ഈശോയുടെ അടുത്തേക്ക് ഒന്ന് വന്നാൽ മതി. ഈശോയുടെ അടുത്തേക്ക് ഒന്ന് വന്നേ, ഈശോയുടെ അടുത്തേക്ക് ഒന്ന് വന്നിരുന്നേ. ഈശോ പറഞ്ഞില്ലേ, അനുഗ്രഹിക്കാൻ അവനടുത്തേക്ക് വിളിച്ചു. അവർ കൂടിയിരുന്നവരൊക്കെ പറഞ്ഞു, അതേ അവനെ ശകാരിച്ചിട്ട് പറഞ്ഞു, വരണ്ട, മാറിപ്പോയി മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈശോ പറഞ്ഞു, അങ്ങനെയല്ല, അവരോട് വരാൻ പറ. എൻ്റെ അടുത്തേക്ക് വാ, എൻ്റെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞ് ഈശോ ആ ശിഷ്യന്മാരെയൊക്കെ അനുഗ്രഹിച്ചു. ആ കുഞ്ഞുങ്ങളെയൊക്കെ ഈശോ അനുഗ്രഹിച്ചു. ശിഷ്യന്മാരോട് പറഞ്ഞു, അവരെ തടയണ്ട, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണെന്ന് ഈശോ പറയാണ് ഈ ആരാധനയിൽ. ചോദിച്ച് ഈശോയുടെ അടുത്ത് വാങ്ങിക്കോ. എന്തും തരാൻ റെഡി ആയിട്ട് നിൽക്കുന്നവനാണ്. അങ്ങനെ ഈശോ അന്ന് അവനോട് പറഞ്ഞു, നിനക്ക് എന്താ വേണ്ടേ? What can I do for you? നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചേ. എവിടെയാ?
എൻ്റെ മകനെ, എൻ്റെ മകളെ, എവിടെയാ? എല്ലാം തരാൻ നിൽക്കുന്ന കർത്താവിൻ്റെ കൂടെയാണോ നീ എന്ന് ചിന്തിച്ച്, ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് നീ ഒരുപാട് മാറിപ്പോയിണ്ടോന്നൊന്ന് ചിന്തിച്ച്, ഈശോ അവനോട് പറഞ്ഞു, നീ എവിടെയാണ് മോനെ? നീ എവിടെയാ? ഇന്ന് നിന്നോട് ഈശോ ചോദിക്കുന്ന ചോദ്യമാണ്, എവിടെയാ നീ? എവിടെ? ഈശോയിൽ നിന്ന് അകന്നു പോയിണ്ടോന്ന് ആലോചിച്ച്. ഈ ആരാധനയിൽ ഈശോ നമ്മളോട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ ധൂർത്തപുത്രനെ പോലെ നീ അകന്നു പോയോ? ആ പിതാവിന്റെ സ്നേഹവും അതൊക്കെ കിട്ടിയിട്ട് അതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് നീ പോയോ? നീ എവിടെ എൻ സ്നേഹമാം പൈതലേ? നീ എവിടെ എൻ സ്നേഹമാം പൈതലേ? കായലിനോട് ദൈവം ചോദിക്കുന്ന കാര്യമാണ്, നീ എവിടെയോ? കായൽ പറഞ്ഞു, ആബേലിനെ കൊന്നതിൻ്റെ നൊമ്പരം കൊണ്ട് ഞാനിങ്ങനെ തകരാണ്. എല്ലാവരും എന്നെ കളിയാക്കാണ്, എല്ലാവരും. കർത്താവ് പറഞ്ഞു, സാരില്ല, സാരില്ല, നിന്നെ ഇനി ആരും തൊടുകയില്ല എന്ന് പറഞ്ഞ് കായേലിന് പ്രൊട്ടക്ഷൻ നൽകുന്ന കർത്താവാണ് നിന്റെ ദൈവം. സഹോദരനെ കൊന്നവനെ തള്ളിക്കളയുന്ന കർത്താവല്ല. അവൻ അനുദപിച്ച് തിരിച്ചു വരാൻ തുടങ്ങിയപ്പോൾ കായേലിന്റെ മേല് കർത്താവ് ഒരു മുദ്ര കൊടുത്തു എന്ന തിരുവചനം. എൻ്റെ ദൈവമക്കളെ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ആരോടൊക്കെ ഈശോ പറയുന്നുണ്ട്, ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് അകന്നിട്ടുണ്ടാവും, സഹോദരന്റെ സ്നേഹത്തിൽ നിന്നൊക്കെ അകന്നു പോയിട്ടുണ്ടാവും. ഇന്ന് തിരിച്ചു വരാൻ തീരുമാനിക്കുക. റിപ്പന്റ്, അനുദപിച്ച് നീ തിരിച്ചു വന്ന നിന്റെ കരവും നീട്ടി ഈശോ ഇങ്ങനെ നിന്റെ മാറിൽ, അവന്റെ മാറിൽ നിന്നെ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്ന സ്നേഹമാണ്. ഈശോയുടെ അടുത്തൊന്ന് പറഞ്ഞ് തെറ്റിപ്പോയ മേഖലകളൊന്ന് ഓർത്തൊന്ന് മനസ്തപിച്ച് ഈശോയുടെ തിരുഹൃദയത്തിൽ എത്തിച്ചേരുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഹൃദയ കാഠിന്യം, അതാണ് പുറപ്പാടിന്റെ പുസ്തകത്തിൽ പറയുന്നത്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നമ്മൾ കേൾക്കുന്ന കുറേ അധികം കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഫറവോ ഹൃദയം കഠിനമാക്കി, ഫറവോ ഹൃദയം കഠിനമാക്കിയപ്പോൾ അവന്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ സംഭവിച്ചു. നമുക്ക് പറയില്ലേ, കുടുംബത്തിൽ ഇങ്ങനെ ഇപ്പോഴും അങ്ങനെ ശല്യം, ഇങ്ങനെ ശല്യം, പാമ്പിന്റെ ശല്യം, തേളിന്റെ ശല്യം, വീട്ടിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അതിൻ്റെ ഒരു കാരണം നീ തിരിച്ചറിഞ്ഞു. നീയോ നിന്റെ കുടുംബത്തിലുള്ളവരോ നിന്റെ പൂർവികരോ ഒക്കെ ഇങ്ങനെ ഹൃദയം കഠിനമാക്കി. ശത്രുതയുടെ വേര് വളർന്ന കുടുംബങ്ങളിൽ ഇതിങ്ങനെ അനർത്ഥങ്ങൾ പെരുകും. എട്ടിന്റെ അവസാനത്തെ എന്താ? പെയിൻ പെരുകുന്നു. അതായത് ലജ്ജാകരമായ കാര്യങ്ങളൊക്കെ, മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു. 9-ാം അധ്യായത്തിൽ മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു, വ്രണങ്ങൾ ബാധിക്കുന്നു, ശരീരത്തിലേക്ക് കയറുകയാണ്. ആദ്യം അവൻ്റെ അവിടെ പറഞ്ഞു, നീ തിരിച്ചു വന്നില്ലെങ്കിൽ നിന്റെ സറൗണ്ടിങ്സിൽ പ്രശ്നം ഉണ്ടാവും. കേട്ടില്ല മക്കളെ, കേൾക്കാത്ത ഫറവോയുടെ സറൗണ്ടിങ്സ് മുഴുവൻ ഇങ്ങനെ തകർന്ന്. അടുത്തത് അവൻ്റെ ഏറ്റവും അടുത്ത കുടുംബത്തിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ കൊട്ടാരത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങി. സെക്കൻഡ് സ്റ്റേജ്. തേർഡ് സ്റ്റേജ് എന്താ? വ്രണങ്ങൾ ശരീരത്തിന്റെ മേല്, സ്വന്തം ശരീരത്തിന്റെ മേല് ഉണ്ടോ? ഒരുപാട് രോഗങ്ങൾ, ഒരുപാട് അനർത്ഥങ്ങൾ നിന്റെ ദേശത്ത്, നിന്റെ കുടുംബത്തില്, നിന്നില്. ഒരു തിരിച്ചറിവിലേക്ക് വാ. കഠിന ഹൃദയരെ, നിങ്ങൾക്ക് ദുരിതം. തിരിച്ചറിവിന് വേണ്ടി പ്രാർത്ഥിച്ച എൻ്റെ മക്കളെ, ഈ ആരാധനയിൽ തുടർന്ന് നമ്മളിനെ ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്.
സ്തെഫാനോസ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. ഇത് പുതിയ നിയമത്തില് നടപടി പുസ്തകത്തിൽ 7-ാം അധ്യായത്തിലാണ് കാണുന്നത്. വേദനിപ്പിച്ചത്, ഒരുപാട് പേര് വേദനിപ്പിച്ച് അവനെ ഇങ്ങനെ കൊല്ലാൻ നിൽക്കുന്ന സമയത്തും സ്തെഫാനോസ് ക്ഷമിച്ചു. ഈ ആരാധനയിൽ നിന്നെ വേദനിപ്പിച്ചവരോടൊന്ന് ക്ഷമിച്ച്. ഏതവസ്ഥയാണെങ്കിലും ഇപ്പോൾ ഇന്ന് ഈ ആരാധനയിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടോ അവർ ഒന്നടങ്കം അവനെ പുറത്താക്കി. ഒരുപക്ഷെ നിന്റെ മാതാപിതാക്കളും നിന്നെ പുറത്താക്കുന്നുണ്ടാവും. ആ ഒരു മോനൊക്കെ പറഞ്ഞ പോലെ, അച്ഛാ സ്വന്തം അമ്മ എനിക്ക് ചോറിൽ വിഷം കലർത്തുന്നത് പോലെ മുട്ടുസൂചിട്ടെന്ന് വെച്ചാൽ ഞാനത് കഴിച്ചിരുന്നെങ്കിൽ ഞാൻ ചത്തുപോയേനെ. എൻ്റെ അമ്മോട് തീർത്താ ദേഷ്യമാണ്. അമ്മോട് തീർത്താ ദേഷ്യം. ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ക്ഷമിക്ക്, അമ്മ മരിച്ചില്ലേ, ഇനിയെങ്കിലും എന്തിനാണ്, പറ്റണില്ല അച്ഛാ, പറ്റണില്ല. അദ്ദേഹത്തിന് ഇങ്ങനെ ഈശോയുടെ അടുത്ത് കൊണ്ടുപോയി ഇരുത്തി, ചേട്ടാ അമ്മേനെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, അമ്മ മരിച്ചുപോയില്ലേ, അമ്മ ചെയ്തതോർത്ത് ഇനിയും ഇങ്ങനെ വേദനിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അയാൾ ഹീലായതാണ് അച്ഛനെ കണ്ടത്. 7 വർഷമായിട്ട് മക്കളില്ലാത്ത ഒരു കുടുംബത്തെ അച്ഛന് പരിചയമുണ്ട്. അമ്മായിമ്മയോട് വഴക്കിട്ട് ജീവിക്കാൻ തുടങ്ങിയ മരുമോള് കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് മുതൽ അമ്മായിമ്മ മരുമോളുടെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ടതിൻ്റെ പേരിൽ മരുമോൾക്ക് അമ്മായിമ്മയോട് അതുപോലെ ദേഷ്യം തോന്നി. പക്ഷെ സംഭവിക്കണ എന്താണെന്നറിയോ? അമ്മായിമ്മയോട് ക്ഷമിക്കാതിരുന്ന ഈ മകള്, അവൾക്ക് കുഞ്ഞുങ്ങളെ കിട്ടണില്ല. ഒരു സ്ത്രീ അമ്മയാവാൻ കൊതിച്ചിട്ട് അത് കിട്ടാതെ പോകുന്നതിൻ്റെ വേദന അത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. അവൾ 7 വർഷം കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് വന്നു. 7 വർഷം കഴിഞ്ഞ് അവളും കെട്ടിയവനും കൂടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ ഇങ്ങനെ ബൈബിൾ എടുത്തിട്ട് മെസ്സേജ് എടുക്കുമ്പോൾ പറഞ്ഞു, എടി നിനക്ക് ഇനി ക്ഷമിക്കാനുണ്ടല്ലോ. അവൾ പറഞ്ഞു, എൻ്റെ അമ്മായിമ്മയോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റണില്ല അച്ഛാ. ഞാൻ അതുപോലെ എൻ്റെ വീട്ടുകാരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ മുമ്പിൽ നിർത്തിയിട്ട് എന്നെ വിരുന്നിനൊക്കെ പോകുമ്പോഴേ അമ്മായിമ്മയും കൂടെ വന്നിട്ടൊക്കെ പറയും, ഇവൾക്ക് ഒരു സാധനം ഉണ്ടാക്കാൻ അറിയില്ല, ഇവൾ ഏത് വീട്ടിൽ നിന്നാണ് വന്നേക്കണേ, അവളെ കോലോത്തെ തമ്പുരാട്ടിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കളിയാക്കിയിട്ടുണ്ട് അച്ഛാ. ഇവരുടെ വീട്ടുകാരുടെ ബന്ധുക്കളുടെ ഒക്കെ മുമ്പിൽ ഞാൻ എന്ത് ഭക്ഷണം വെച്ചാലും അങ്ങനെ. അവളോട് പറഞ്ഞു, ഇതുപോലെ ഒരു വികാരനെ എന്ന് വിളിച്ച് വെച്ചിട്ട് അവളെ അടുത്ത് വിളിച്ചിട്ട് ഈശോയുടെ അടുത്തിരുന്നിട്ട് അവളുടെ കെട്ടിയവനിരുന്നിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈ തിരുവചന ഭാഗമാണ് കിട്ടിയത്. ഈ തിരുവചനത്തിൽ ഇങ്ങനെ സ്തെഫാനോസ് പറഞ്ഞു ഉണ്ടോ, സ്തെഫാനോസിനെ കല്ലെറിഞ്ഞവനെ കൊന്നപ്പോൾ അനന്തരം അവർ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു. അതുപോലെ ഒരു അമ്മായിമ്മ ഇങ്ങനെ മരുമോളെ കല്ലെറിയണ പോലെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റപ്പെടുത്തി അങ്ങനെ. ആ സമയത്ത് അവളോട് പറഞ്ഞു, ഇപ്പൊ നിനക്ക് അമ്മായിമ്മയോട് ദേഷ്യം തോന്നിയില്ലേടി? ആ ദേഷ്യം തോന്നിയതുപോലെ സ്തെഫാനോസിന് കല്ലെറിയുന്നവരോട് ദേഷ്യം തോന്നണമായിരുന്നു. പക്ഷെ വചനം എഴുതിയിരിക്കുന്നത് എന്താ? അനന്തരം സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്. സ്തെഫാനോസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ അവളോട് പറഞ്ഞു, എൻ്റെ മോളെ, സ്തെഫാനോസ് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നീ ഒന്ന് വിട്ടുകൊടുത്തേ. അവള് ചങ്കുപൊട്ടി ഈശോയുടെ അടുത്തിരുന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛ എനിക്ക് പറ്റണില്ല അച്ഛാ, എൻ്റെ അമ്മായിമ്മയോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞ് അവള് കരഞ്ഞ് അവസാനം ഈശോയുടെ നാമത്തില് എൻ്റെ അമ്മായിമ്മയോട് ഞാൻ ക്ഷമിക്കണോന്ന് പറഞ്ഞ് അവളിങ്ങനെ ഈശോയുടെ മുമ്പിൽ ഇങ്ങനെ അങ്ങനെ ചങ്കുപൊട്ടി കരഞ്ഞ് ക്ഷമിച്ചു. സ്നേഹമുള്ളവരെ, നിങ്ങൾക്കറിയോ, 1 വർഷം കഴിയുമ്പോഴേക്കും അവള് പ്രഗ്നന്റായി. ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ അവൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ, ഒരുപക്ഷെ ഞാൻ ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ കുഞ്ഞുമാവനെ കിട്ടില്ല. സ്നേഹമുള്ളവരെ, ക്ഷമിക്കാൻ തുടങ്ങി. നമുക്കറിയില്ലല്ലോ അവരെന്തിനാ നമ്മളെ വേദനിപ്പിച്ചെന്ന് അറിയില്ല. ക്ഷമിക്കാൻ തുടങ്ങും തോറും നിന്റെ ജീവിതത്തിൽ കൃപയൊഴുകാൻ തുടങ്ങും. ക്ഷമിച്ചേ അതിനുള്ളവരൊക്കെ ഒന്ന് ഓർത്തേ. അമ്മയുടെ ഉദരത്തിൽ നീ ഒരുമായ സമയം തൊട്ട് ഒരുപക്ഷെ നിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് നീ അത് കേട്ടിട്ടുണ്ടാവും. അമ്മയുടെ ഉദരത്തിലുള്ള സമയത്ത് പോലും നിനക്ക് കേൾവിയുണ്ട്. ചിലപ്പോൾ നീ ഇത് കേട്ടിട്ടാവും വളർന്നിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു. അമ്മയുടെ ഉദരത്തിൽ വരുന്ന സമയത്ത് തന്നെ നീ പ്രഗ്നന്റ് ആയോടി എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കുന്ന സമയത്ത് നിന്റെ ഉള്ളിൽ
ജനിച്ചു കഴിഞ്ഞപ്പോൾ പെൺകുഞ്ഞാണോ ആൺകുഞ്ഞാണോ കറുത്തതാണോ ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ കുഞ്ഞ് കയ്യിലെടുത്ത സമയം തൊട്ട് തന്നെ അതൊരു മുറിവായി നിന്റെ ജീവിതത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഓരോ ജീവിത വഴികളിലൂടെയും ഇങ്ങനെ നടക്കാൻ തുടങ്ങുമ്പോഴേക്കും തട്ടിയിട്ടവര്, വേദന മാത്രം തന്നവര്, അവരെല്ലാവരും ഈശോയുടെ കരങ്ങളിലേക്ക് ഇപ്പൊ കൊടുത്തേ. ഈശോയെ കരുണാമയ നീ കനിവേറും സ്നേഹം മുറിവുണക്കും തൈലം നമുക്ക് പാടി പ്രാർത്ഥിക്കാൻ പറ്റുകയാണെങ്കിൽ, ഈശോ നീ എൻ പ്രാണനാഥൻ, എനിക്ക് ആരോടും ദേഷ്യമില്ല, അവരെല്ലാവരോടും ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നീ എൻ പ്രാണനാഥൻ, ഈശോ നീ എൻ സ്നേഹനാഥൻ, ഈശോ നീ എൻ പ്രാണനാഥൻ, ഈശോ നീ എൻ സ്നേഹരാജൻ, ഓ എൻ്റെ ഈശോ എൻ സ്നേഹമേ, എൻ്റെ ഈശോയെ എൻ്റെ സ്നേഹമേ, എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് ഇരുടികളോടുകൂടെ പാടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ട് ഈ സമയത്ത് ക്ഷമയുടെ ഈരടികൾ പാടി, കർത്താവെ ക്ഷമിച്ച് പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാവരും ഒന്ന് ഈശോയുടെ കരങ്ങൾ കൊടുത്തൊരു ഹീലിംഗ് സമയമാണിത്. ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കർത്താവ്. അനേക മക്കളെ വേദനിപ്പിച്ചവരൊക്കെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഈശോ നീ എൻ്റെ പ്രാണനാഥനാണ്, എനിക്കിനി ആരോടും ദേഷ്യമില്ല, ആരോടും വെറുപ്പില്ല, അവരോടൊക്കെ ഞാൻ ക്ഷമിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കണം. നീ കരുണയൊഴുക്കണമേ, മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മാക്കേണമേ, ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറക്കേണമേ, മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മാക്കേണമേ. യേശുവേ യേശുവേ നീ മാത്രമെൻ സഹായം, യേശുവേ യേശുവേ നീ മാത്രമെൻ സഹായം, യേശുവേ യേശുവേ നീ മാത്രമെൻ സഹായം, നീ മാത്രമെൻ സഹായം. ക്ഷമിച്ചതിന്റെ സന്തോഷം നീ അനുഭവിക്കുക, ക്ഷമിച്ചതിന്റെ വലിയ ആനന്ദം നീ അനുഭവിക്കുക. ചങ്ക് പൊളിച്ച് ക്ഷമിച്ച് സ്നേഹിച്ച ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നോക്കുക. കുത്തിമുറിവേൽപ്പിച്ചവര് അവൻ നോക്കി നിന്നു എന്ന തിരുവചനം. കർത്താവേ, ചങ്കിലെ ചോര കൊണ്ട് പ്രാണനിൽ എഴുതിയ നേരിന്റെ പേര് സ്നേഹം, ചെഞ്ചേരിലച്ചൻ കവിത കുറിക്കുന്നത് പോലെ ചങ്കിലെ ചോര കൊണ്ട് പ്രാണനിൽ നീരിന്റെ സുവിശേഷം, സ്നേഹത്തിന്റെ സുവിശേഷം എഴുതിയ ഈശോയെ ഒന്ന് ക്ഷമിക്കാം. തിരിച്ചു നടക്കാണ് അപ്പായുടെ സ്നേഹത്തിലേക്ക് നമുക്ക് തിരിച്ചു നടക്കാൻ ദൈവമക്കളെ. നമ്മൾ ഈ ആരാധന തീരാനൊരുങ്ങി തന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ആരാധനയുടെ സമയത്ത് അപ്പൻ മകനോട് ക്ഷമിച്ചു. അപ്പൻ മകനോട് ക്ഷമിച്ചില്ലേ?
മോനെ നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് നീ എന്നെ വിട്ടു പിരിഞ്ഞു പോയി എന്നൊന്നും അപ്പൻ പറഞ്ഞില്ല. അപ്പൻ എന്ത് ചെയ്തു? മോനെ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോനെ വാ, നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. Let us celebrate. Let us celebrate. ഇന്ന് ഈ രാത്രി, ഇന്ന് ഈ പകൽ, ഇന്ന് ഈ ഉച്ച സമയത്ത് നീ എപ്പോഴാണോ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്, ആ സമയത്ത് ഈശോ നിന്നോട് പറയുന്നു, Let us celebrate. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം, ദൈവനാമത്തിന്റെ ശക്തിയിൽ ആഘോഷിക്കാമെന്ന്. എല്ലാവരും ആ ദരങ്ങൾ തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഈ ആശീർവാദത്തിന് ഒരുങ്ങുകയാണ്. ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ അങ്ങനെ സുഖപ്പെടുത്തിയതിന് നന്ദി പറയുന്നു. എനിക്ക് ഈ ജീവിതം ഇങ്ങനെ നിരാശപ്പെട്ട് തീർക്കേണ്ടതല്ല, ഇങ്ങനെ കരഞ്ഞു തീർക്കേണ്ടതല്ല, ഇങ്ങനെ വേദനിച്ച് തീർക്കേണ്ടതല്ല. എനിക്ക് സന്തോഷിക്കണം. I want to joy. I want to celebrate. നിന്റെ കൂടെ, നിന്നോട് കൂടെ, ഈശോയുടെ കൂടെ, ഈശോയുടെ മാത്രമായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ എല്ലാവരും, അതിരം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. കൈകളടിച്ച് ദൈവം നൽകിയ ദാനത്തിന് നന്ദി പറഞ്ഞ് പാടി പ്രാർത്ഥിക്കാം. നിറഞ്ഞ മനസ്സാൽ നാഥാ, നിറഞ്ഞ മിഴിയാൽ നാഥാ, നന്ദി ചൊല്ലിടുന്നു ഞാൻ, നന്ദി ചൊല്ലിടുന്നു ഞാൻ. നിറഞ്ഞ മനസ്സാൽ നാഥാ, നിറഞ്ഞ മിഴിയാൽ നാഥാ, നന്ദി ചൊല്ലിടുന്നു ഞാൻ, നന്ദി ചൊല്ലിടുന്നു ഞാൻ. അങ്ങേ കാരുണ്യം ഞാൻ ഓർക്കുന്നു, അവിടുത്തെ നാമം മഹനീയം. അങ്ങേ കാരുണ്യം ഞാൻ ഓർക്കുന്നു, അവിടുത്തെ നാമം മഹനീയം. നിറഞ്ഞ മനസ്സാൽ നാഥാ, നിറഞ്ഞ മിഴിയാൽ നാഥാ, നന്ദി ചൊല്ലിടുന്നു ഞാൻ, നന്ദി ചൊല്ലിടുന്നു ഞാൻ. എന്റെ വിളി അവൻ സ്വീകരിച്ചു, എന്നാത്മം ധൈര്യത്താൽ ശക്തമാക്കി. ക്ലേശത്തിൽ വീണുഴലുമെൻ ജീവനെ അവിടുന്നു പാലിക്കുന്നു. എന്റെ വിളി അവൻ സ്വീകരിച്ചു, എന്നാത്മം ധൈര്യത്താൽ ശക്തമാക്കി. ക്ലേശത്തിൽ വീണുഴലുമെൻ ജീവനെ അവിടുന്നു പാലിക്കുന്നു. അങ്ങേ കാരുണ്യം ഞാൻ ഓർക്കുന്നു, അവിടുത്തെ നാമം മഹനീയം. അങ്ങേ കാരുണ്യം ഞാൻ ഓർക്കുന്നു, അവിടുത്തെ നാമം മഹനീയം. നിറഞ്ഞ മനസ്സാൽ നാഥാ, നിറഞ്ഞ മിഴിയാൽ നാഥാ, നന്ദി ചൊല്ലിടുന്നു ഞാൻ, നന്ദി ചൊല്ലിടുന്നു ഞാൻ. നിറഞ്ഞ മനസ്സാൽ നാഥാ, നിറഞ്ഞ മിഴിയാൽ നാഥാ, നന്ദി ചൊല്ലിടുന്നു ഞാൻ, നന്ദി ചൊല്ലിടുന്നു ഞാൻ. അങ്ങേ കാരുണ്യം ഞാൻ ഓർക്കുന്നു, അവിടുത്തെ നാമം മഹനീയം. 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 കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ ഓർക്കുന്നു, അങ്ങയുടെ നാമം മഹനീയമായ നാമം. ഞങ്ങൾ ഏറ്റുപാടി പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ
കർത്താവേ, വരും ദിവസങ്ങളിൽ അങ്ങയുടെ ശക്തമായ കരം നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ക്ഷമിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടെ സമർപ്പിച്ച് കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് വരുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ